നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം 14-ാം ഭാഗത്തിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യും. അധികാരത്തിനും പദവിക്കും വേണ്ടി ആ ചിന്തകളോടെ ഉറക്കം നഷ്ടപ്പെട്ട ഉറക്കം നഷ്ടപ്പെട്ട രണ്ട് രാജാക്കന്മാരുടെ വിശേഷങ്ങളുമായിട്ടാണ് കഴിഞ്ഞ ഭാഗം നമ്മൾ കടന്നുപോയത്. കോടിക്കണക്കിന് പേർ ഈ പ്രപഞ്ചത്തിൽ ഓരോ ദിവസവും കോടിക്കണക്കിന് പേർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജനന പെടുന്നവരിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ എക്കാലവും പെടുന്നുള്ളൂ. അവർ ആ ഓർക്കുന്നവർ എന്നും സ്മരണയിൽ വരുന്ന അത്തരത്തിലുള്ളവർ അവരുടെ കർമ്മമേഖലകളിൽ അവർ വിജയം കൈവരിച്ചു, അല്ലെങ്കിൽ ലോകത്തിന് ഉപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു എന്നതാണ് അവർ ഓർക്കുവാൻ കാരണം. മഹാത്മാഗാന്ധിയും ആൽബർട്ട് ഐൻസ്റ്റീനും മദർ തെരേസയും എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ആ കർമ്മമേഖലകളിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മഹാഭാരതത്തിലൂടെ നമുക്ക് ഈ തവണ ചിന്തിക്കാം. നമുക്കറിയാം, ഒട്ടേറെ കഴിവുകൾ ഉണ്ടായിട്ട് പോലും തളർന്നു വീഴുന്ന കുറേ പേര് നമ്മുടെ ചുറ്റുപാടും കണ്ടിട്ടുണ്ട്. കഴിവുകൾ ഏറെയുണ്ട്, പക്ഷെ വിജയിക്കാൻ സാധിക്കുന്നില്ല. പരാജയത്തിലേക്ക് പതിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്ന അവരെപ്പറ്റി നാം പറയുന്നൊരു ഒരു വാക്കുണ്ട്: ഗുരുത്വം ഇല്ലാത്തവർ. എന്താണ് ഗുരു? അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നവൻ ആരോ അവരാണ് ഗുരുക്കന്മാർ. നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരം നമുക്ക് തന്ന വരികളാണ്: മാതാ പിതാ ഗുരു ദൈവം. ജന്മം നൽകിയ മാതാവിനെയും ജനനത്തിന് കാരണഭൂതമായ പിതാവിനെയും അതോടൊപ്പം ഗുരുവിനെയും ഈശ്വരനെ പോലെ സ്മരിക്കണം, ആദരിക്കണം എന്ന വരികൾ നമുക്ക് നമ്മുടെ സംസ്കാരം തന്നിട്ടുണ്ട്. ഗുരുശാപത്താൽ ഗുരുത്വം നഷ്ടപ്പെട്ട ഒരു വില്ലാളി വീരൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളർന്നു വീഴുന്നത് മഹാഭാരതം നമ്മെ കാണിച്ചു തരുന്നുണ്ട്. ആ വിശേഷങ്ങളുമായി നമുക്ക് ഇത്തവണ യാത്ര തിരിക്കാം. കുന്തിദേവിയുടെ മൂത്ത പുത്രൻ വിധി നിയോഗത്താൽ ഹസ്തിനപുരത്തെ സൂത ദമ്പതികളായ അധിരഥന്റെയും രാധയുടെയും മകനായി ജീവിക്കേണ്ടി വന്ന കർണൻ ഹസ്തിനപുരത്തെ ധാർത്തരാഷ്ട്രന്മാരോടും പാണ്ഡവരോടുമൊപ്പം ദ്രോണാചാര്യരുടെ കീഴിൽ അസ്ത്രാഭ്യാസം ലഭിച്ച കർണൻ ബാല്യത്തിലെ പാണ്ഡവരിൽ നിന്നേറ്റ അപമാനം കർണനെ വേദനയുള്ളവനാക്കി മാറ്റി. അതുമാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ദ്രോണാചാര്യർക്ക് അർജുനനോട് കാണിക്കുന്ന കൂടുതൽ ഒരു പ്രതിപത്തി കർണനെ അർജുന വിരോധിയാക്കി മാറ്റി. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ 2-3 മക്കളുള്ള കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു മകനോടോ മകളോടോ അച്ഛനും അമ്മയും കൂടുതൽ സ്നേഹം കാണിച്ചാൽ മറ്റു മക്കളിൽ വരുന്ന ആ വൈരാഗ്യം. അതുപോലെ തന്നെ ദ്രോണാചാര്യർക്ക് അർജുനനോടുള്ള പ്രതിപത്തി കർണനെ അർജുന വിരോധിയാക്കി മാറ്റി. എങ്ങനെ അർജുനെ മറികടക്കാൻ സാധിക്കും, എങ്ങനെ അർജുനേക്കാളും വെല്ലുന്ന ഒരു വില്ലാളി വീരനായി എനിക്ക് മാറാൻ സാധിക്കുമെന്ന ചിന്ത കർണനിൽ ജനിച്ചു. അതിനെപ്പറ്റി ഒരു ഗുരുനാഥനെ അന്വേഷിച്ചായി കർണൻ്റെ പിന്നീടുള്ള ശ്രമങ്ങളൊക്കെ. ആ ശ്രമം ചെന്നെത്തിയത് പരശുരാമ സന്നിധിയിലാണ്. തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും ദ്രോഹിച്ച ക്ഷത്രിയ വംശത്തെ 21 തവണ ഭാരതം ചുറ്റിക്കൊണ്ട് ഇല്ലാതാക്കിയ ക്ഷത്രിയ വിരോധിയായ ഭാർഗവരാമൻ എന്ന പരശുരാമൻ. അദ്ദേഹം ക്ഷത്രിയരെ വിദ്യ അഭ്യസിപ്പിക്കില്ല. ഇത് കർണൻ അറിയാം. അതുകൊണ്ട് കർണൻ എന്ത് ചെയ്തു? ഒരു ബ്രാഹ്മണ യുവാവിൻ്റെ വേഷമൊക്കെ ധരിച്ച് പരശുരാമൻ്റെ സന്നിധിയിലെത്തി തൻ്റെ വിദ്യ അഭ്യസിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ബ്രാഹ്മണനായ യുവാവ് ആണ്
വന്നിരിക്കുന്നത് എന്ന് തോന്നിയ പരശുരാമൻ ആ യുവാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് വിദ്യ അഭ്യസിപ്പിച്ചു. കർണൻ്റെ മിടുക്ക് വിദ്യ ആർജിക്കുന്നതിൽ, അസ്ത്രവിദ്യ ആർജിക്കുന്നതിൽ, ധനുർവിദ്യ ആർജിക്കുന്നതിൽ കർണൻ്റെ മിടുക്ക് മനസ്സിലാക്കിയ പരശുരാമന് തൻ്റെ ശിഷ്യനിൽ വളരെ സംപ്രീതനായി. തനിക്കറിയാവുന്ന എല്ലാ അറിവുകളും, തനിക്കറിയാവുന്ന എല്ലാ വിദ്യകളും ആ ശിഷ്യന് ആ ഗുരുനാഥൻ പകർന്നു കൊടുക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങളും കഴിഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി ആ ഗുരുശിഷ്യന്മാർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഗുരു ശിഷ്യനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരശുരാമന് വലിയൊരു ഉറക്കം അനുഭവപ്പെടുകയാണ്. ആ ഗുരുനാഥൻ തൻ്റെ ശിഷ്യൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടന്നു. അവിടെയാണ് കാലത്തിൻ്റെ നിയോഗം. കാലത്തെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. കാലത്തിന് തീരുമാനമുണ്ട്, കാവ്യനീതിയുണ്ട്. ഒരു വണ്ട് പരശുരാമൻ കിടക്കുന്ന കർണൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. വന്ന വണ്ട് എന്ത് ചെയ്തു? കർണൻ്റെ തുടയിൽ ആഞ്ഞു കുത്തി. കർണൻ വേദന കൊണ്ട് പുളഞ്ഞു. തുടയിൽ നിന്ന് രക്തസ്രാവമുണ്ടായി. പക്ഷെ തൻ്റെ ഗുരുനാഥൻ ഉറക്കം നഷ്ടപ്പെടുത്തരുത് എന്ന ആഗ്രഹത്താൽ കർണൻ ആ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ആ രക്തത്തിൻ്റെ നനവ് പരശുരാമനിലേക്ക് വരികയും പരശുരാമൻ്റെ ഉണരുകയാണ്. ഉറക്കം അവസാനിപ്പിച്ച് ഉണരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ രക്തമൊലിക്കുന്ന തൊഴിലോടുകൂടിയിരിക്കുന്ന തൻ്റെ ശിഷ്യനായ കർണനെയാണ് കാണുന്നത്. സഹതാപമല്ല പരശുരാമൻ അവിടെ ഉണ്ടായത്. രോഷാകുലനായി, കോപാകുലനായി മാറി ഭാർഗവരാമൻ. കാരണം എന്താ? കേവലം ഒരു ബ്രാഹ്മണന് ഇത്രയും വേദന സഹിക്കാൻ സാധിക്കില്ല എന്ന് പരശുരാമൻ അറിയാം. കർണനോട് ശരിയായ വൃത്താന്തം രോഷത്തോടെ, കോപത്തോടെ പരശുരാമൻ ചോദിച്ചു. പശ്ചാത്തലവിവശനായ, ദുഃഖിതനായ, പേടിച്ച കർണൻ പരശുരാമനോട് താൻ മറച്ചു വെച്ചതെല്ലാം പറഞ്ഞു. അവിടെ ഭാർഗവരാമൻ, ജമഗ്നി പുത്രൻ പരശുരാമൻ കർണനെ ശപിക്കുകയാണ്. നീ അഭ്യസിച്ച വിദ്യ ആവശ്യം വരുമ്പോൾ മറന്നു പോകട്ടെ. അഭ്യസിച്ച വിദ്യകൾ ആവശ്യം വരുമ്പോൾ മറന്നു പോകട്ടെ എന്ന ശാപം ആ ഗുരുനാഥൻ ശിഷ്യന് കൊടുക്കുന്നു. നമ്മൾ പിന്നീട് കാണുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനുമായി കർണൻ ഏറ്റുമുട്ടുമ്പോൾ പരശുരാമനിൽ നിന്ന് സിദ്ധിച്ച ബ്രഹ്മാസ്ത്രം എന്ന വിദ്യ ഉപയോഗിക്കാൻ സാധിക്കാതെ കർണൻ വരും. കർണൻ്റെ അന്ത്യത്തിന് ആ ഗുരുശാപം, ആ മറവി, ഗുരുവിൻ്റെ ശാപമായ മറവി ഭരിച്ചു. കർണൻ അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭരിച്ചു വീഴുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് തരുന്ന ഗുരുക്കന്മാരെ ആദരിക്കുവാനും അവരെ ബഹുമാനിക്കാനും നമുക്ക് സാധിക്കണം. അധമമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഉദാഹരണമാണ് പരശുരാമ കർണന്മാരിലൂടെ മഹാഭാരതം നമുക്ക് കാണിച്ചത്. 30 വെള്ളിക്കാശിന് വേണ്ടി സ്വന്തം ഗുരുനാഥനായ യേശുദേവനെ ഒറ്റിക്കൊടുത്ത യുദ്ധാസുമാരുള്ള ഈ ലോകം നമുക്കറിയാം. അവർ അധമമായ ഗുരുശിഷ്യ ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ തൻ്റെ ഗുരുനാഥനെ പരിചരിച്ച്, തൻ്റെ സ്നേഹിച്ച്, ഗുരുനാഥൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ജന്മനാട്ടിൽ മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച, ഗുരുനാഥൻ്റെ പേരിൽ ആശ്രമങ്ങൾ സ്ഥാപിച്ച, ഗുരുനാഥൻ്റെ ദർശനങ്ങളെ ലോകത്തെത്തിച്ച ഉത്തമനായ ഒരു ശിഷ്യനും ഭാരതം ജന്മം നൽകിയിട്ടുണ്ട്. മറ്റാരുമല്ല, സ്വാമി വിവേകാനന്ദൻ. ശ്രീരാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനും ഉത്തമമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഉദാത്തമായ മാതൃകകളാണ്. ഗുരുത്വം ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ വീണ്ടും കടക്കുകയാണ്. ആ മൂന്നക്ഷരം സിദ്ധിച്ചവൻ മാത്രമേ ഈ ലോകത്ത് വിജയികളായിട്ടുള്ളൂ. അറിവ് ചെറുതാകാം, വലുതാകാം. ഏത് ചെറിയ അറിവായാലും ഏത് വലിയ അറിവുകളായാലും അത് തരുന്ന ഗുരുക്കന്മാർ, അത് തരുന്ന ഓരോരുത്തരും നമ്മുടെ ഗുരുക്കന്മാരാണ്. ജീവിതയാത്രയുടെ വഴിത്താരകളിൽ നമുക്ക് ചിലപ്പോൾ യാചകനിൽ നിന്നായിരിക്കും അറിവ് ലഭിക്കുക. നമുക്ക് വളരെ മോശസ്ഥിതിയിൽ നിൽക്കുന്നവനിൽ നിന്നായിരിക്കും അറിവ് ലഭിക്കുക. അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് വേണം ജീവിതത്തിൻ്റെ വഴിത്താരകൾ പിന്നിടേണ്ടത്. അറിവുകൾ നൽകിയവർ, അവരോട് നന്ദി, കൃതജ്ഞത ജീവിതത്തിൽ എന്നും പുലർത്തിയാൽ മാത്രമേ കഴിവുകൾ ഉണ്ടായാലും വിജയിക്കാൻ നമുക്ക് സാധിക്കൂ. മഹാഭാരതം നമ്മെ കാണിക്കുകയാണ്, പറഞ്ഞു തരികയാണ് ഉത്തമമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആ അടിത്തറ.
അധമമായ പരശുരാമ കർണ ഗുരുശിഷ്യ പരമ്പരകളെ പോലെ ആകരുത്. ഉത്തമമായ ഗുരുശിഷ്യ ബന്ധം പുലർത്തണം ഈ ലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് മഹാഭാരതം നമുക്ക് തരികയാണ്. ഒരു പഴയൊരു ചൊല്ലുണ്ട്, ശിവൻ കോപിച്ചാൽ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ആ കോപത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. ശിവന്റെ കോപം ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അതിൽ നിന്ന് മറികടക്കാൻ സാധിക്കും. ഈശ്വരനേക്കാൾ ആദരിക്കേണ്ടത്, ഈശ്വരനേക്കാൾ നമസ്കരിക്കേണ്ടത് അറിവ് തന്ന ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഗുരു പരമ്പരകളെയാണ്. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ഭാഗം അടുത്ത ആഴ്ച. ഒരു പഴമൊഴിയുണ്ട്, ഉർവശി ശാപം ഉപകാരമായി. അങ്ങനെ ചില ശാപങ്ങളും ചില അനുഭവങ്ങളും ഉപകാരമായതിൻ്റെ കഥകളുമായി അടുത്ത ഭാഗം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.